വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ക്രൈസ്തവ സഭകൾ. കേന്ദ്ര നീക്കത്തിന് പിന്നിൽ ഇരട്ടത്താപ്പുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഓർത്തഡോക്സ് സഭ ആരോപിച്ചു. സഭകളുടെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്ന വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടോ എന്ന് സഭകൾ സംശയിക്കുന്നുണ്ട്. ഇതെന്താണ് ഈ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം സഭയെ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. വിദേശത്തു നിന്നുള്ള പണം പലപ്പോഴും വിദേശത്തുള്ള നമ്മുടെ പള്ളികളിൽ നിന്ന് വരുന്നതായ നേർച്ചപ്പണം പോലും അത് സ്വീകരിക്കുവാൻ പാടില്ലാത്ത രീതിയിലുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സഭയെ എല്ലാം വീർപ്പുമുട്ടിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ക്രൈസ്തവ സഭകളുടെ നിലപാട് കൃത്യമാണ്, മാത്രമല്ല അത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇരട്ടത്താപ്പ് എന്ന് പറയുകയാണ് ഇന്ന് ഓർത്തഡോക്സ് സഭ. ഇന്നലെ മറ്റു ക്രൈസ്തവ സഭകളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലേ? വിനീത, ഈ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല്, അതിൽ കടുത്ത ആശങ്ക ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ CBC അടക്കം, അതായത് കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി അടക്കം, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയോ സംഘടനയോ ഒക്കെ അടക്കം കടുത്ത ആശങ്കയും അവരുടെ പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുന്നത് കണ്ടു. അതായത് FCRA നിയമ ഭേദഗതി അടിസ്ഥാനപരമായി ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നൊരു വിമർശനം കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടനാ അവകാശങ്ങൾ അത് കവർന്നെടുക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നത് ക്രൈസ്തവ സഭകളുടെ കൈവശമുള്ള സ്വത്തുക്കളിൽ അവർ FCRA സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വിദേശ സംഭാവന സ്വീകരിക്കുന്നതാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ആരോപിച്ചുകൊണ്ട് ആ സ്വത്തുവകകൾ ഏറ്റെടുക്കാൻ കഴിയും. ഫലത്തിൽ അങ്ങനെയുള്ള സ്വത്ത് തട്ടിയെടുക്കൽ നീക്കം എന്ന വിമർശനം തന്നെ വിവിധ സഭകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. FCRA ലൈസൻസ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഉണ്ടായിരിക്കുകയും പിന്നീട് അത് റദ്ദ് ചെയ്യപ്പെട്ട ആളുകൾ പിന്നീട് അപേക്ഷിച്ചു അവർക്ക് നൽകാത്ത സാഹചര്യമുണ്ട് എന്ന് തുടങ്ങി ഈ വിഷയത്തിൽ വലിയ ആശങ്കയും പ്രതിഷേധവും ഒക്കെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഉന്നയിക്കുന്നു. ഈ വിഷയം കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് LDF-ഉം UDF-ഉം കൂടി അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി കത്തയക്കുന്നു. രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. ഏതായാലും ക്രൈസ്തവ സഭകളുടെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു സജോ ദേവസ്യ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് FCRA നിയമ ഭേദഗതി, അതുകൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 അത് ഭേദഗതി ചെയ്യുന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വിദേശ പണം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുകയാണ് ഇതിലൂടെ, ഈ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ FCRA ലൈസൻസ് റദ്ദായാൽ സംഭവിക്കുന്നത് ഈ സ്വത്തുക്കളൊക്കെ സർക്കാർ അതോറിറ്റിയിലേക്ക് മാറും എന്നതാണ് ഇതിൽ വലിയ വെല്ലുവിളി. അതുതന്നെയാണ് ക്രൈസ്തവ സഭകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആശങ്കയും. ഈ കേന്ദ്ര സർക്കാർ അതോറിറ്റിക്കാണ് ആസ്തികളുടെ മേൽനോട്ട ചുമതല ഉണ്ടാവുക. ഭാഗികമായി വിദേശ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്തികൾക്കും ഇതൊക്കെ തന്നെയും ബാധകമായി വരും എന്നതാണ്. അതായത് മുഴുവനും വിദേശ പണം അല്ലെങ്കിൽ പോലും കുറച്ചു തുകയെങ്കിലും വിദേശ പണം ഉപയോഗിച്ചാൽ പോലും ആ ആസ്തികൾക്കും ഇത് ബാധകമാകും എന്നതാണ്. സംഘടനകളുടെ രേഖകൾ പരിശോധിക്കാനും വസ്തുവകകളിൽ പ്രവേശിക്കാനുമൊക്കെ അതോറിറ്റിക്ക് അധികാരം നൽകുന്നതാണ് ഈ ഭേദഗതി. ഇതിൽ ലൈസൻസ് പുതുക്കിയാൽ ഈ സ്വത്തുക്കളൊക്കെ തിരികെ നൽകുന്നുണ്ട്. പക്ഷേ പുതുക്കിയില്ല എങ്കിൽ ആ സ്വത്തുക്കൾ എന്നേക്കുമായി സർക്കാരിൻ്റെതാകും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ ഏറ്റെടുക്കുന്ന ആസ്തികളിൽ ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷേ മാനേജ്മെന്റിന് തന്നെ കൈമാറുകയും ചെയ്യും. ഈ കേസുകൾ അന്വേഷിക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം എന്നുള്ളൊരു ഭേദഗതി കൂടി വരുന്നുണ്ട്. അതോറിറ്റിയുടെ ഉത്തരവുകളിൽ പരാതിയുള്ളവർക്ക് 90 ദിവസത്തിനകം അപ്പീൽ നൽകുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് ക്രൈസ്തവ സഭകൾ പറയുന്നു. ഇന്നലെ സഭാ നേതാക്കളിൽ പലരും പ്രതികരിച്ചത് ഈ സഭയുടെ സ്വത്തുക്കൾ പലതും തട്ടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ അത് അന്യാധീനപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ഒരു ശ്രമം കൂടിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവസ്ഥ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നത്.